ഇന്ന് നമുക്ക് ചെറിയ ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചാള എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ചാള കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പം ചാള വെച്ചിട്ട് ഇന്നൊരു പീര ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെ പീരൊന്നും ഉണ്ടാക്കാറില്ല. കാരണം അയിത്തേണ്ട എപ്പോഴും മീൻ പൊരിച്ചത് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. മീൻ കറിയും ചിലപ്പോൾ വയ്ക്കും, എന്നാലും കൂടുതലും മീൻ പൊരിക്കാറാണ് ഇവിടെ പതിവ്. അയിത്തേണ്ട അത് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ പിന്നെ വേറൊന്നും നമ്മൾ ഉണ്ടാക്കാൻ അങ്ങനെ മുതിരാറില്ല. അങ്ങനെ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് പീര ഉണ്ടാക്കി കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റൈലിൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് അതിന് ആവശ്യമുള്ള തേങ്ങയൊക്കെ ചിരകി തന്നു കേട്ടോ. അപ്പം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് എൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് തരാനും കൂടെ അടുക്കളയിൽ നിൽക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരിക്കലും സമയം ഉണ്ടാവാറില്ല. അതങ്ങനെയാണല്ലോ. അപ്പം ഉള്ള സമയത്ത് മാക്സിമം എൻ്റെ കൂടെ എല്ലാം ഹെൽപ്പ് ചെയ്ത് തരാൻ നിൽക്കും കേട്ടോ. അങ്ങനെ ഞാൻ പീരയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളിട്ടിട്ട്, ഞാൻ റെസിപ്പി ഒന്നും പറയണില്ല കേട്ടോ. അപ്പം അതെല്ലാം ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേനും ഞങ്ങൾ നേരെ ചായ കുടിക്കുകയാണ്. ചായക്ക് ഗോതമ്പ് ഉപ്പുമാവും പിന്നെ എഗ്ഗും പിന്നെന്താ ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ഏത്തപ്പഴം പുഴുങ്ങിയതുമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയാണ്, നമ്മൾ ഒരു നേരം മാത്രമാണ് കേട്ടോ അപ്പം അരിയാഹാരം കഴിക്കണുള്ളൂ. രാവിലത്തെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഗോതമ്പ് ഐറ്റംസും അങ്ങനെ എന്തെങ്കിലും കാണിട്ടാ കഴിക്കുക. അങ്ങനെ അതെല്ലാം വന്ന് പിന്നെ കുറച്ച് മീനെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് ഞാൻ പൊരിക്കുകയും കൂടി ചെയ്തു കേട്ടോ. കുഞ്ഞു മത്തിയായിട്ട് ഇങ്ങനെ മത്തി നമുക്ക് മറച്ചിടാനൊന്നുമില്ല, ഇങ്ങനെ ഇളക്കി പൊരിക്കാനേ പറ്റുള്ളൂ. അതുപോലെ ചെറുതാണ് നമ്മുടെ വത്തൽ മീനിൻ്റെ ഒക്കെ, അതായത് കൊഴുവ മീനില്ലേ അതിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ. അതുപോലെ ചെറിയ ചാളയാണ് കിട്ടിയത്. അങ്ങനെ അയിത്തണ്ണ കുളിച്ച് മാറ്റി ഇനിയിപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പം അയിത്തണ്ണ അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പോൾ എനിക്ക് പോയിട്ട് നേരെ ഗേറ്റ് അടയ്ക്കാനാണ് കേട്ടോ ഞാൻ പോണത്. അങ്ങനെ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് താഴത്തെ ഒരു വീട്ടിലെ ചേച്ചി, കുറേ ആയി ചേച്ചിനെ കണ്ടിട്ട്. അപ്പോൾ ചേച്ചിയായിട്ടും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഞാനപ്പം അങ്ങനെ ഈ റോട്ടിക്കടെ പോണ ആൾക്കാരായിട്ട് മാത്രമായിട്ടോ എനിക്ക് സംസാരമുള്ളൂ. കാരണം ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആവുമല്ലോ ഫുൾ ടൈം. അപ്പം ചേച്ചിനെ ആയിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഉള്ളിലേക്ക് വന്ന് ഇനിയിപ്പോൾ ഇന്ന് എൻ്റെ പരിപാടി താഴെ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. താഴെയും മേലെയും ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്യാറില്ല. ഇന്നിപ്പോൾ താഴെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ മേലെ ക്ലീൻ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ അങ്ങനെ അങ്ങോട്ട് മുഷിയാറില്ല നമുക്ക്. കാരണം ആഴ്ചയിലൊരു 4 ദിവസമെങ്കിലും ഞാൻ ക്ലീൻ ചെയ്തിടാറുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ മുഷിക്കാനും ആരുമില്ലല്ലോ, ക്ലീൻ ചെയ്തിട്ടാലും അതേപടി തന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കിടക്കും. അങ്ങനെ അങ്ങോട്ട് മുഷിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം എൻ്റെ അടിയും തുടയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ താഴത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.